വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ചെറിയ രീതിയിലൊക്കെ വിഷു ആഘോഷിക്കണം വിചാരിച്ചിട്ട് ആഘോഷിച്ചതൊന്നുമല്ല. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആയിപ്പോയതാണ്. ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനും താത്ത, ഉമ്മ, കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പണി കിട്ടിയത്. നമ്മളെ കാറിൻ്റെ ടയറൊന്ന് പഞ്ചറായി. അപ്പോൾ അതിന് പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് താത്താടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്കാർ വിഷുവിന് സദ്യ കഴിക്കാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനും കൂടി ചെല്ലുമ്പോൾ സെക്കി എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണത്. ഞാൻ ആദ്യം നല്ല മാച്ചിങ്ങിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതും ഒട്ടും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ഡ്രസ് കോഡ് അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത്. ഞങ്ങൾ ഇട്ട് വന്നപ്പോൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലൊക്കെ എത്തി. വേറെ വിചാരിക്കുന്നത് ഇപ്പോൾ എവിടേക്കാണ് പോകണം, കല്യാണത്തിന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത് എന്നൊക്കെ. അങ്ങനെ നേരെ അവരുടെ വീട്ടിലൊക്കെ പോയി ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇവിടെയാണ് തൊട്ട ഫ്രണ്ടിലത്തെ വീടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ അവിടെ പോയി ഞാൻ പോയതിൽ സങ്കടമൊന്നും ഇല്ലല്ലോ ചോദിച്ചു. നല്ലൊരു അടിപൊളി വിഷുക്കണി തന്നെ അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അടുത്തുള്ള എല്ലാ വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ മാത്രമൊന്നുമല്ല. അപ്പോൾ അവരിതാ സദ്യയൊക്കെ വിളമ്പുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള അടിപൊളി സംഭവം. എല്ലാം ആ ചേച്ചി ഉണ്ടാക്കിയത് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുണ്ടാക്കുന്നത് സദ്യക്ക് നല്ല ടേസ്റ്റല്ലേ. ഈ ഹിന്ദുസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സദ്യക്ക് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ കുട്ടികളൊക്കെ ഇരുന്നു. ഫെഹറു അപ്പോഴും ഒന്നും വേണ്ടല്ലോ, അവനവിടെ കളിക്കുകയാണ്. അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്കുള്ളത് ടേബിൾമേ സെറ്റ് ചെയ്യുന്നുണ്ട് അവർ. അതിൽ മറ്റേ അവിയലുണ്ട്, പിന്നെ ഒരു ക്യാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, ഇഞ്ചുംപുളി ഉണ്ട്. ഇഞ്ചുംപുളി മീൻസ് പുളിഞ്ചി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുളിഞ്ചി. എനിക്കിഷ്ടമാണ് പുളിഞ്ചി. പക്ഷെ ഞാൻ ചോറി കൂട്ടി കഴിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നക്കി തിന്നാൻ ഇഷ്ടം. അപ്പോൾ അതും കഴിച്ചു. പിന്നെ ചോറുണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാനൊരു സദ്യ ലവറൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഫുഡായിരുന്നു. പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞാൽ ഇല മടക്കുന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോൻ്റെ ആദ്യം കണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്കും അല്ലെങ്കിൽ അപ്പുറത്തേക്ക് തിരിച്ചിട്ടാണ് മടക്കാന്നൊക്കെ ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ലൊരു സേമിയ പായസം കുടിച്ചു. അപ്പോൾ താത്താക്ക് സേമിയ പായസത്തിൽ പപ്പടം കുഴച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രൈ ആക്കുന്നുണ്ട്. ട്രൈ അല്ല, എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കാണലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പേഴ്സണലി കഴിക്കലില്ല. വീട്ടിലെത്തി ഫെയറു വെള്ളം കുടിക്കുന്നുണ്ട്. നല്ല ദാഹമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ പോയി.